കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഈ വരുന്ന ഒരാഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രൊമോ വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ സുമിത്രയുടെ അരികില് സ്വരമോളും അതുപോലെ തന്നെ അനിരുദ്ധവും ഒക്കെ എത്തിയിരിക്കുകയാണ്. വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ സ്വരയെയും അനിരുദ്ധിനെയും ഒക്കെ സുമിത്ര സ്നേഹിക്കുകയാണ്. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ പൂജയും കൂട്ടി പങ്കജാണെങ്കിൽ രഞ്ജിതയുടെ അടുത്ത് എത്തി. അപ്പം രഞ്ജിതയുടെ അടുത്ത് നമ്മുടെ സരസ്വതി അമ്മയുടെ അടുത്ത് നിന്നും എന്തൊക്കെ അപമാനങ്ങളാണ് പൂജ നേരിടേണ്ടി വന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പങ്കജ് വിശദീകരിച്ച് പറയുമ്പം അതെല്ലാം കേട്ട് രഞ്ജിത പറയുന്നുണ്ട്, അതെ മോളെ, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാണ്, എത്രയൊക്കെ വന്നാലും നിന്റെ സ്വന്തം എന്ന് പറയാനായിട്ട് ഈ രഞ്ജിതാൻ്റെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മോൾ ഇനി മടങ്ങി അങ്ങോട്ട് പോവേണ്ട. സുമിത്രയൊക്കെ അവളുടെ മക്കളെക്കാളേറെ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു ചിന്ത അത് തെറ്റായ ഒരു ചിന്ത തന്നെയാണ് മോളെ. എത്രയൊക്കെ വന്നാലും അവൾ അവളുടെ രക്തത്തിന് പിറന്ന മക്കളെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അങ്ങനെ രഞ്ജിതയുടെ ആ ഓരോ കാര്യങ്ങളും, രഞ്ജിത എത്രമാത്രം വിഷം കുത്തി വെക്കാവോ അത്ര കണ്ട് വിഷം കുത്തി നിറയ്ക്കുമ്പോഴത്തേക്കിനും പൂജയാണെങ്കിലും ഒരു നിമിഷത്തേക്ക് സുമിത്രയുടെ സ്നേഹം സത്യമാണോ എന്നുള്ളൊരു സംശയം അവളുടെ ഉള്ളിൽ ഉടലെടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ അവിടെ നടക്കുന്ന ആ ഒരു സമയത്താണെങ്കിലും സുമിത്രയ്ക്ക് പൂജ ഇറങ്ങിപ്പോയതിൽ വളരെയധികം വിഷമമൊക്കെ ഉണ്ട്. അങ്ങനെ സുമിത്രയാണെങ്കിലോ പൂജയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കിനും ശീതൾ വരികയാണ്. ശീതൾ വന്നിട്ട് അമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അമ്മ ഒരിക്കലും വിഷമിക്കരുത്, അമ്മയോടൊപ്പം ഏതൊരാപത്തിലും അമ്മയുടെ കൂടെ നിന്നവളല്ലേ പൂജ. അതുകൊണ്ട് തന്നെ അവൾ അമ്മയുടെ അടുത്തേക്ക് തന്നെ വരും. അതുകൊണ്ട് എൻ്റെ അമ്മ ഇനി അതും ഇതുമൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അവൾ കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലാതെ അവൾക്ക് ഒരുപാട് കാലമൊന്നും അമ്മയെ പിരിഞ്ഞ് മാറി നിൽക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറയുമ്പം സുമിത്രയാണെങ്കിലോ, മോളെ, പൂജ ഇതുവരെ എന്നെ വിട്ടങ്ങനെ നിന്നിട്ടില്ല. പിന്നെ അവൾ പോയിരിക്കുന്നത് രഞ്ജിതയുടെ അടുത്തേക്കാണല്ലോ. രഞ്ജിതയുടെ സ്വഭാവം മോൾക്ക് നല്ല രീതിയിൽ അറിയാത്തത് കൊണ്ടാണ് അവൾ ഇനി എന്തൊക്കെയാണാവോ എൻ്റെ പൂജയെ പറഞ്ഞ് ധരിപ്പിക്കുക എന്നുള്ള കാര്യം ഓർക്കുമ്പം എനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ട് മോളെ. എന്താ ചെയ്യേണ്ടത്? ഞാൻ വിളിച്ചിട്ട് അവൾ ഫോണ് പോലും എടുക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ ശീതളിനോട് വളരെ സങ്കടത്തോടു കൂടിയാണ് നമ്മുടെ സുമിത്ര പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് സ്വരമോളാണെങ്കിലോ അച്ഛൻ്റെയും അച്ഛമ്മയുടെയും അടുത്ത് വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവശ്യപ്പെടുകയാണ്. അതെ, എനിക്ക് കഥ പറഞ്ഞു തന്നെ എൻ്റെ ടീച്ചറമ്മയല്ലേ. എൻ്റെ ടീച്ചറമ്മ എനിക്ക് സ്കൂളിലായിരുന്ന സമയത്ത് എന്തൊക്കെ കഥകളാണ് പറഞ്ഞു തരുന്നതെന്നും പറഞ്ഞ് സ്വരമോളാണെങ്കിൽ ഇങ്ങനെ തിടുക്കം കൂട്ടുമ്പോഴത്തേക്കിനും സുമിത്രയോട് നമ്മുടെ സിദ്ധു, സുമിത്രേ, ഇതിനു മുന്നേ നിനക്ക് കൊച്ചിനെ അറിയാമായിരുന്നെന്ന് ചോദിക്കുകയാണ്. അതെ, എനിക്ക് പരിചയമുണ്ട്, എനിക്കറിയാവുന്ന എൻ്റെ കുഞ്ഞു സ്വര തന്നെയാണ് എൻ്റെ കുഞ്ഞു മോളെന്നൊക്കെ പറഞ്ഞ് സുമിത്ര തൻ്റെ കൊച്ചിനെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പം അച്ഛനും അച്ഛമ്മയും കൂടി കുഞ്ഞിനെ ആന കളിപ്പിക്കുന്നു. ഭയങ്കര സന്തോഷമാണ് ആ വീട്ടിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. അതിനിടയ്ക്കും നമ്മുടെ സുമിത്രയ്ക്ക് ആകെ മൊത്തം ഉള്ളൊരു സങ്കടം എന്ന് പറഞ്ഞാൽ പൂജ തന്നെ വിട്ടുപോയല്ലോ. അപ്പൊ ആ ഒരു സങ്കടം തന്നെയാണ്. അങ്ങനെ സ്വരമോള് മുറ്റത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും സുമിത്രയാണെങ്കിൽ കുഞ്ഞിന് ഭക്ഷണം വാരി കൊടുക്കുക. ഈ സമയത്താണെങ്കിലോ വീട്ടിലേക്ക് അപ്പു വരുന്നുണ്ട്. അപ്പു ആണെങ്കിൽ നമ്മുടെ പൂജയെ വിളിച്ചിട്ട് അവളുടെ ഒരു വിവരങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ അന്വേഷിച്ചു വരികയാണ്. അങ്ങനെ അപ്പുവിനെ കണ്ടതും സ്വരമോള് പറയുന്നുണ്ട്, അച്ഛമ്മേ, ദേ ആരോ ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ സുമിത്ര നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ അപ്പുവാണ് മുറ്റത്ത് വന്നിരിക്കുന്നത്. അപ്പച്ചി, എന്നോട് പിണക്കാണോന്ന് ചോദിച്ച് അപ്പു തൻ്റെ വീട്ടു പടിക്കൽ വന്ന് നിൽക്കുന്നു. അപ്പം ആ കാഴ്ച കാണുമ്പം സുമിത്ര പറയുന്നുണ്ട്, മോനെ, അപ്പച്ചിക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ല, എൻ്റെ മോൻ കയറി വാന്നും പറഞ്ഞ് പതിയെ നമ്മുടെ അപ്പുവിനെ ഇങ്ങ് സ്വീകരിക്കുമ്പോഴത്തേക്കിനും അങ്ങോട്ടേക്ക് അനിരുദ്ധ് വരികയാണ്. അനിരുദ്ധ് വന്ന പാടെ തന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നും ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. അപ്പം അനിരുദ്ധിനോട് നമ്മുടെ അപ്പു പറയുന്നുണ്ട്, അനിയേട്ടാ, എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അച്ഛൻ ഇത്രയും വലിയൊരു കൊടും ചതിയാണ് ഏട്ടനോടും അതുപോലെ അപ്പച്ചോടും ഒക്കെ ചെയ്തതെന്ന് പൂജ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പം ചിത്രയും അതുപോലെ തന്നെ അപ്പു നിരപരാധിയാണ് എന്നുള്ള സത്യം അത് നമ്മുടെ അനിരുദ്ധ് മനസ്സിലാക്കി അപ്പുവിന് മാപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ അപ്പുവിനോട് ചോദിക്കുന്നുണ്ട്, വാ അപ്പു, എന്തൊക്കെയുണ്ട് വിശേഷം? നീ എന്താ വന്നേന്ന് ചോദിക്കുമ്പം ഞാൻ പൂജയെ വിളിച്ചിട്ട് ഒരു വിവരങ്ങളും അറിയുന്നില്ല അപ്പച്ചി. പൂജ എവിടെയാണ്? കുറച്ചധികം ദിവസമായി ഞാൻ അവളെ ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടേ ഇരിക്കുന്നു, പക്ഷേ അവള് ഫോൺ എടുക്കാത്ത കൊണ്ടാണ് ഞാൻ അപ്പച്ചിയുടെ അടുത്തേക്ക് വന്നതെന്ന് പറയുമ്പം മോനെ, പൂജ ഇവിടെ നിന്നും പിണങ്ങി ഇറങ്ങി പോയി എന്നുള്ള കാര്യമാണ്. അപ്പം ഈ കാര്യം കേൾക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അപ്പുവിനെ സംബന്ധിച്ചിടത്തോളം പൂജ അങ്ങനെ തൻ്റെ അപ്പച്ചി ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ളൊരു ചിന്തയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ സുമിത്ര നടന്ന കാര്യങ്ങളെല്ലാം
ആ രീതിയിലാണ് സരസ്വതി അമ്മ അവളെ സംസാരിച്ചത്. അവളെ അത്രയും മോശമായിട്ടൊക്കെ സംസാരിച്ചപ്പം അത് സഹിക്കാൻ പറ്റാതെ നിന്നു. ആ സമയത്ത് തന്നെ പങ്കജ് എത്തുകയും ചെയ്തു. അങ്ങനെ പങ്കജിനോടൊപ്പം കുറച്ച് ദിവസത്തേക്കെന്നുള്ള രീതിയിൽ പൂജ ഇവിടുന്ന് പോയതാണ്. ഇപ്പൊ ഞാൻ വിളിച്ചിട്ട് പോലും അവള് ഫോൺ എടുക്കുന്നില്ല മോനെ. അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ അപ്പു ആണെങ്കിലും ഒരേ നിർബന്ധം, എന്നാൽ ഞാൻ അവളെ അവിടെ പോയി കണ്ടോളാം എന്നും പറഞ്ഞ് സുമിത്രയുടെ വീട്ടിൽ നിന്നും പടി ഇറങ്ങുമ്പോഴാണെങ്കിലോ നമ്മുടെ സുമിത്ര ആലോചിക്കുന്നുണ്ട്. രഞ്ജിതയുടെ അടുത്തേക്കാണ് അപ്പു പോകുന്നത്. രഞ്ജിത ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ള കാര്യം സുമിത്രയ്ക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അങ്ങനെ സുമിത്ര ആ ഒരു ടെൻഷനിൽ നിൽക്കുമ്പം അനിരുദ്ധ പറയുന്നുണ്ട്, അമ്മ പൂജയ്ക്ക് അവളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുമല്ലോ. അവൾ എന്തായാലും മുതിർന്ന ഒരു പെൺകുട്ടിയാണ്. അവളെ അവളുടെ രീതി, അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വിടുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഉടനെ തന്നെ നമ്മുടെ അനന്യയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം സുമിത്ര ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല, എന്താണ് മോനെ നിന്റെ ഭാവി പരിപാടി? അമ്മയ്ക്ക് നീയും അനന്യയും കുഞ്ഞും കൂടി സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാനാണ് ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ അനിരുദ്ധ് പറയുന്നുണ്ട്, അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്. ആ ഒരു സത്യം അത് അവരെല്ലാരും മനസ്സിലാക്കി വെച്ചിട്ട് അമ്മ മരിച്ചുപോയി എന്നുള്ളൊരു കാര്യം അത് എന്നെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളുമായിട്ട് ഇനി ഒരു ജീവിതം അത് ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൽ പോലും ചിന്തിക്കുന്നില്ല എന്നുള്ള കാര്യം പറയുമ്പം സുമിത്ര പറയുന്നുണ്ട്, മോനെ ഒരിക്കലും നീ അങ്ങനെയുള്ളൊരു തീരുമാനത്തിലേക്ക് പോകരുത്. എത്രയൊക്കെ വന്നാലും അവള് നിന്റെ ഭാര്യയാണ്, നിന്റെ കുഞ്ഞിന്റെ അമ്മയാണ്. സ്വരമോള് നമ്മുടെ അനിരുദ്ധിന്റെ കുഞ്ഞാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് സുമിത്ര നിന്റെ മകളാണ്. അതുകൊണ്ട് നീ ഇനി ഒരു കാരണവശാലും അനന്യയെ നിന്റെ അടുത്ത് നിന്നും മാറ്റി നിർത്തരുത്. നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് കണ്ടല്ല നിങ്ങളുടെ മകള് വളരേണ്ടത്. നിങ്ങളുടെ സ്നേഹം കണ്ടാണ് നിങ്ങളുടെ മകള് വളരേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. അപ്പൊ അനിരുദ്ധാണെങ്കിലും അവൾ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അവളുടെ അച്ഛനും അമ്മയും ചെയ്തു പോയ ഒരു തെറ്റ്, ആ തെറ്റ് തനിക്ക് പൊറുക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പം അവനും ആലോചിക്കുകയാണ്, ശരി തന്നെയാണ്, താൻ ഇനി ഒരിക്കലും അനന്യയെ പിരിയില്ല എന്നുള്ള ആ ഒരു തീരുമാനം അത് അവൻ അവിടെ വെച്ച് എടുക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ അപ്പു ആണെങ്കിൽ നേരെ ചെല്ലുകയാണ് രഞ്ജിതയുടെ വീട്ടിലേക്ക്. അപ്പൊ സത്യം അറിയണമല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ് അപ്പുവിനോട് ഇത്രയും ദേഷ്യമൊക്കെ കാണിച്ച് പൂജ ഇങ്ങനെ അകന്ന് പെരുമാറുന്നത് എന്നുള്ള കാര്യം അതറിഞ്ഞേ അപ്പു അടങ്ങുള്ളൂ എന്നുള്ള വാശിയാണ്. അങ്ങനെ രഞ്ജിതയുടെ വീട്ടിൽ ചെല്ലുമ്പം നമ്മുടെ അപ്പു കാണുന്നതെന്ന് പറഞ്ഞാൽ പൂജ ആകെ മൊത്തം അടിമുടി മാറിയ ഒരു സെറ്റപ്പ് തന്നെയാണ്. എന്തായാലും പങ്കജിനെ കല്യാണം കഴിക്കാനുള്ള ഒരു താല്പര്യം നമ്മുടെ പൂജയുടെ ഉള്ളിൽ ഉടലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലായിട്ടുള്ള പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ അപ്പൂൻ്റെ അടുത്ത് എടുക്കുമ്പം അപ്പൂനത് ശരിക്കും ഫീൽ ചെയ്തു. അപ്പൂനെ ഒന്ന് കാണാനോ സംസാരിക്കാനോ ഒന്നും കൂട്ടാക്കാതെ പൂജ പോകുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ നമ്മുടെ അപ്പു ഒരുപാട് വിഷമിക്കുകയാണ്. അപ്പു നമ്മുടെ പൂജയുടെ കയ്യിൽ കയറി പിടിക്കുന്ന സമയത്താണെങ്കിലോ പൂജയാണെങ്കിലോ അപ്പുവിനോട് ഒരു വാക്ക് പോലും സംസാരിക്കാതെ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്ന കാഴ്ച കാണുമ്പോഴത്തേക്കിനും അപ്പുവിന് വളരെയധികം സങ്കടമായി. താൻ സ്നേഹിച്ചിരുന്ന പൂജ, തന്നെ മനസ്സിലാക്കിയിരുന്ന പൂജ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു സ്വഭാവക്കാരിയെ അല്ലായിരുന്നു. ഇതിപ്പതാ രഞ്ജിതാന്റിയുടെ തനി പകർപ്പായിട്ട് അതേപോലെ സാരിയൊക്കെ കൊടുത്തുള്ളൊരു ഗെറ്റപ്പിലാണ് നമ്മുടെ പൂജ അവിടെ നിൽക്കുന്നത്. എന്തായാലും രഞ്ജിതയോടൊപ്പം ചേർന്ന് നമ്മുടെ പൂജ സുമിത്രയ്ക്കും അതുപോലെ തന്നെ ദീപുവിന്റെ കുടുംബത്തിനും എതിരെയൊക്കെ തിരിയുന്നതായിട്ടൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രമോ വിശേഷം വരുന്നത്. അപ്പം നമ്മുടെ പൂജ അകന്ന് നിൽക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ സുമിത്രയ്ക്ക് ഭയം ആലോചിച്ച് വളരെയധികം വിഷമിക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ ദീപു എന്ന് പറയുന്ന കുറുക്കന് അവന് ചെറിയൊരു പണിയുടെ ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവന്റെ കാര്യത്തിൽ തീരുമാനമാക്കാൻ വേണ്ടിയിട്ട് രഞ്ജിത പരമശിവത്തെ ഏർപ്പാട് ചെയ്യുകയാണ്. അങ്ങനെ പരമശിവവും പരമശിവത്തിന്റെ ഗുണ്ടകളും എല്ലാരും കൂടി ചേർന്ന് രഞ്ജിതയുടെ നിർദ്ദേശപ്രകാരം ദീപുവിന്റെ വീട്ടിലെത്തുകയാണ്. അവിടെ വെച്ച് കാണുമ്പോഴോ ദീപു ആണെങ്കിൽ അവരോട് അവധിയും അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് പൈസ തിരികെ തന്നോളാം, ദയവ് ചെയ്ത് എൻ്റെ കുടുംബത്തിൽ കയറി വന്നൊരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടും പരമശിവത്തിന്റെ ഗുണ്ടകളും പരമശിവവും ആണെങ്കിലോ ഒരു പൊടിക്ക് പോലും ഒതുങ്ങുന്നില്ല. അങ്ങനെ അവർ ദീപുവിനെ എടുത്ത് അമ്മാനമാടുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമാണ് വന്നിരിക്കുന്നത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.